കത്തോലിക്കയിലെ എബ്സ്ഫ്ലീറ്റ് ആംഗ്ലിക്കൻ രൂപതയുടെ മെത്രാനായി സേവനം ചെയ്തിരുന്ന ജോനാഥൻ ഗുഡോൾ കത്തോലിക്ക സഭയിൽ ചേരുവാൻ തീരുമാനിച്ചതായി പ്രഖ്യാപിച്ചു. ഏറെ നാളത്തെ പ്രാർത്ഥനയ്ക്കും പരിചിന്തനത്തിനും അന്വേഷണത്തിനും ശേഷമാണ് മാതൃസഭയിലേക്ക് മടങ്ങുന്നത് എന്ന് 60 വയസ്സുകാരനായ ബിഷപ്പ് ജോനാഥൻ ഗുഡോൾ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. വിശുദ്ധ ഗ്രിഗറിയുടെ തിരുനാൾ ദിനമായ സെപ്റ്റംബർ 3-നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഇംഗ്ലണ്ടിനെ ക്രിസ്തീയവൽക്കരിക്കാൻ ഇടപെടലുകൾ നടത്തിയ ഗ്രിഗറി മാർപ്പാപ്പയുടെ തിരുനാൾ ദിനത്തിൽ തന്നെയാണ് ആംഗ്ലിക്കൻ ബിഷപ്പിന്റെ പ്രഖ്യാപനം എന്നത് ശ്രദ്ധേയമാണ്. 2013-ലാണ് ജോനാഥൻ ഗുഡോൾ എബ്സ്ഫ്ലീറ്റ് രൂപതയുടെ മെത്രാൻ പദവിയിൽ നിയമിതനാകുന്നത്. വനിതാ പൗരോഹിത്യം അംഗീകരിക്കാത്ത ആംഗ്ലിക്കൻ വിശ്വാസികളുടെ അജപാലനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സഭയുടെ പ്രൊവിൻഷ്യൽ എപ്പിസ്കോപ്പൽ വിസിറ്ററായും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആംഗ്ലിക്കൻ സഭയുടെ ലിബറൽ വിഭാഗം സ്ത്രീ പൗരോഹിത്യത്തെയും സ്വവർഗ വിവാഹത്തെയുമെല്ലാം പിന്തുണയ്ക്കുമ്പോഴും അതിനെ എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ മുൻനിരയിലുണ്ടായിരുന്നു ബിഷപ്പ് ജോനാഥൻ. അതേസമയം ഖേദത്തോടെയാണ് ജോനാഥന്റെ രാജി താൻ സ്വീകരിക്കുന്നതെന്ന് ആംഗ്ലിക്കൻ സഭയുടെ തലവനും കാൻറ്റർബറി ആർച്ച് ബിഷപ്പുമായ ജസ്റ്റിൻ വെൽബി പത്രക്കുറിപ്പിൽ പറഞ്ഞു. ജോനാഥന്റെ ദീർഘനാളത്തെ സേവനത്തിന് നന്ദി പറയുകയും മുന്നോട്ടുള്ള യാത്രയിൽ അദ്ദേഹത്തിന് പ്രാർത്ഥന നേരുകയും ചെയ്തു. 16-ാം നൂറ്റാണ്ടിലാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അഥവാ ആംഗ്ലിക്കൻ സഭ കത്തോലിക്ക സഭയിൽ നിന്ന് വേർപിരിഞ്ഞത്. ഹെൻറി 8-ാമൻ രാജാവ് ഭാര്യയായ കാതറിനുമായുള്ള വിവാഹബന്ധം വിച്ഛേദിച്ച് ആൻ ബോളിനെ വിവാഹം കഴിക്കാൻ കൈക്കൊണ്ട തീരുമാനത്തെ സഭ അംഗീകരിക്കാത്തതായിരുന്നു അതിന് കാരണം. കത്തോലിക്ക സഭയ്ക്കും ഓർത്തഡോക്സ് സഭയ്ക്കും ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ ക്രൈസ്തവ വിഭാഗമാണ് ആംഗ്ലിക്കൻ സഭ. എബ്സ്ഫ്ലീറ്റ് രൂപതയിൽ നിന്നും ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് കടന്നുവരുന്ന 2ാമത്തെ മെത്രാനാണ് ജോനാഥൻ ഗുഡോൾ. 2010-ൽ 10 വർഷത്തെ സേവനത്തിന് ശേഷം ആൻഡ്രൂ ബേൺഹാം എന്ന മെത്രാനും പദവി ഉപേക്ഷിച്ച് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരുന്നു. ഇന്ന് അദ്ദേഹം ഓക്സ്ഫോർഡ്ഷെയറിലുള്ള ഒരു കത്തോലിക്ക ഇടവകയിലെ വൈദികനായാണ് സേവനം ചെയ്യുന്നത്. ആൻഡ്രൂ ബേൺഹാമിനെ കൂടാതെ റിച്ച്ബറോ രൂപതയിൽ സേവനം ചെയ്തിരുന്ന കീത്ത് ന്യൂട്ടനും ഫുൾഹാം രൂപതയുടെ മെത്രാനായിരുന്ന ജോൺ ബ്രോഡ്ഹർസ്റ്റും കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച ആംഗ്ലിക്കൻ മെത്രാന്മാരാണ്. 2019-ൽ എലിസബത്ത് രാജ്ഞിയുടെ മുൻ ചാപ്ലിനായിരുന്ന ഗാവിൻ ആഷൻഡൻ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചത് വാർത്തകളിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു. ആംഗ്ലിക്കൻ സഭയിലെ വൈദികനായിരുന്ന കർദിനാൾ ഹെൻറി ന്യൂമാന്റെ കത്തോലിക്ക സഭയിലേക്കുള്ള തിരിച്ചുവരവാണ് യഥാർത്ഥത്തിൽ ഈ മടക്കയാത്രകളുടെ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചത്. ഇദ്ദേഹത്തിന്റെ പഠനങ്ങളും അന്വേഷണങ്ങളും എല്ലാ സഭാവിഭാഗങ്ങളുടെയും പഠന വിഷയമാണ്. ഇന്ന് ഇദ്ദേഹം തിരുസഭയിലെ വിശുദ്ധാത്മാവാണ്. 2019-ലാണ് ഇദ്ദേഹം വിശുദ്ധരുടെ നിരയിലേക്ക് ഉയർത്തപ്പെട്ടത്. ക്രൈസ്തവ ജീവിതം നയിക്കാനുള്ള കൃപയും വിശ്വാസവും ആംഗ്ലിക്കൻ സഭയിൽ നിന്നാണ് ലഭിച്ചതെന്നും അതിന് എല്ലാ കാലവും ആ സഭയോട് കടപ്പാടുണ്ടായിരിക്കുമെന്നും ജോനാഥൻ ഗുഡോൾ പറഞ്ഞു. കത്തോലിക്ക സഭയിലേക്ക് യാത്ര തിരിക്കുന്ന തനിക്ക് സത്യസഭയെ സേവിക്കുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല എന്ന് ജോനാഥൻ പറഞ്ഞു. സഭയുടെ പ്രമാണങ്ങളെ പാലിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക, അത് മാത്രമാണ് എന്റെ ലക്ഷ്യമെന്ന് ബിഷപ്പ് ജോനാഥൻ വ്യക്തമാക്കി. സെപ്റ്റംബർ 8-ാം തീയതി ആംഗ്ലിക്കൻ സഭ ഔദ്യോഗികമായി വിടുന്ന ജോനാഥൻ ഗുഡോൾ കത്തോലിക്ക പൗരോഹിത്യം സ്വീകരിക്കുമോ, ആംഗ്ലിക്കൻ വൈദികർക്ക് വേണ്ടി ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ സ്ഥാപിച്ച പേഴ്സണൽ ഓർഡിനറിയിലെ അംഗമാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ആംഗ്ലിക്കൻ സഭയിലെ അംഗങ്ങളുടെ മാതൃസഭയിലേക്കുള്ള മടക്കയാത്ര ഒരിടയനും ഒരാട്ടിൻപറ്റവും എന്ന ലക്ഷ്യത്തിലേക്ക് ക്രൈസ്തവ സമൂഹം കൂടുതൽ നടന്നെടുക്കുന്നതിന്റെ സൂചനയാണ്.